ഏതായാലും അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ വ്യാപാര യുദ്ധം തീർന്നത് മാത്രമല്ല, ലോകത്തിലെ രണ്ട് ഏറ്റവും വലിയ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ലോക സാമ്പത്തിക വ്യവസ്ഥയും ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചത് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഏതാണ്ട് തീരുമാനമായി. ഏതാണ്ട് ഒരു 90-95% വിജയിച്ചു എന്നാണ് ട്രംപ് എയർഫോഴ്സ് 1-ലിരുന്ന് അവകാശപ്പെട്ടത്. ട്രംപിൻ്റെ വാദം പൂർണ്ണമായും മുഖവിലക്കെടുക്കേണ്ട. പക്ഷേ ട്രംപിന് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ നേട്ടമുണ്ടാവുന്നത് അവിടുത്തെ കോടിക്കണക്കിന് വരുന്ന സോയാബീൻ കർഷകരുടെ സോയാബീൻ ചൈനയിലേക്ക് ഒഴുകും. തിരിച്ച് ചൈനയിൽ നിന്നുള്ള ഫെൻഡാനിൽ അതിന് വലിയ നികുതി 20% നികുതി ചുമത്തിയിരുന്നു, അത് 10% കുറച്ചു. എന്ന് മാത്രമല്ല, ഇറക്കുമതി തീരുവ 100% ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് പിന്നീട് വളരെ താഴോട്ട് വരും. ഇതിൽ നേരിട്ട് അവർ ഒപ്പുവെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളിലും തീരുമാനമായിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയിൽ നിന്നുള്ള അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതി. അവിടുന്ന് കയറ്റി അയച്ചാലാണ് ഇവിടെ ആയുധങ്ങളടക്കം ബാറ്ററികൾ, ലിഥിയം ബാറ്ററികളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ അപൂർവ ലോഹങ്ങൾ വേണം. അക്കാര്യത്തിലൊക്കെ തീരുമാനമായി. അവർ തമ്മിൽ കൈകൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പത്രക്കാരെ അഭിസംബോധന ചെയ്തില്ല, കാരണം കരാറിൽ ഒപ്പിടാത്തതുകൊണ്ട്. ഇതിനിടയിൽ നമുക്ക് വരുന്ന ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര തർക്കം തീർന്നിട്ടില്ല. 50% ആണ് പറഞ്ഞിരിക്കുന്നത്. 15-16% കൊണ്ടുവരുമെന്ന് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പ്രതീക്ഷിച്ചിരുന്നത് ആസിയാൻ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തും, അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുമായി പ്രശ്നം തീർന്നു എന്ന് പ്രഖ്യാപിക്കാമെന്നാണ്. പക്ഷേ ട്രംപിനെ നേരിട്ട് കണ്ടാൽ, ട്രംപ് പിടിവാശി പിടിച്ചാൽ പിന്നെ വഴക്കിടേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി നിൽക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ട്രംപ് കൂടുതൽ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കംപ്ലീറ്റ് അടച്ചുപൂട്ടലാണ് അമേരിക്ക. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വിലക്കയറ്റം, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അമേരിക്ക എന്ന് പറയുന്നത് വലിയ വിലക്കയറ്റമാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിലക്കയറ്റത്തിലേക്ക് പോകുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സോയാബീൻ കർഷകരടക്കം ഒരുപാട് പരിഹരിച്ചാൽ മാത്രമേ ട്രംപിന് ആഭ്യന്തര രാഷ്ട്രീയത്തിലും പുറത്തുള്ള രാഷ്ട്രീയത്തിലും മുന്നോട്ട് പോകാൻ